നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. വെളിച്ചെണ്ണ വിലയിൽ നേരിയ കുറവ്, റബ്ബർ ടാപ്പിംഗ് സ്തംഭിച്ചു. മഴ കനത്തതോടെ കാർഷിക മേഖലകളിൽ നിന്നും ചെറുകിട വിപണിയിലേക്കുള്ള ഉൽപ്പന്ന നീക്കം ചുരുങ്ങി. പ്രതികൂല കാലാവസ്ഥയിൽ ഉൽപ്പാദകർ വിൽപ്പന കുറച്ചതിനിടയിൽ വാങ്ങലുകാരും രംഗത്ത് നിന്നും അകന്നു. മഴ തുടരുന്നതിനാൽ ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉത്തരേന്ത്യയിലേക്കും മറ്റ് ഭാഗങ്ങളിലേക്ക് നീക്കുക ക്ലേശകരമായി. അന്തർ സംസ്ഥാന വാങ്ങലുകാർ താൽക്കാലികമായി രംഗത്ത് നിന്നും അകന്നെങ്കിലും കാലാവസ്ഥ തെളിയുന്നതോടെ അവർ വിപണികളിൽ സജീവമാക്കും. വെളിച്ചെണ്ണ വില കുത്തനെ ഉയർത്തിയ തമിഴ്നാട്ടിലെ മില്ലുകാർ ആവശ്യക്കാരുടെ അഭാവത്തിൽ നിരക്ക് താഴ്ത്തി ചരക്ക് വാഗ്ദാനം ചെയ്തു. ചിങ്ങം പിറക്കും മുന്നേ കൈവശമുള്ള എണ്ണ കേരളത്തിൽ വിറ്റഴിക്കാൻ കാങ്കയത്തെ മില്ലുകാർ സംഘടിതരായി നടത്തിയ ശ്രമം പരാജയപ്പെട്ടതോടെ ഇന്നും ഇന്നലെയുമായി വെളിച്ചെണ്ണയ്ക്ക് ക്വിൻ്റലിന് 325 രൂപ കുറച്ചു. വാരത്തിൻ്റെ തുടക്കത്തിൽ അവർ നിരക്ക് 400 രൂപയാണ് ഉയർത്തിയത്. കൊച്ചിയിൽ വെളിച്ചെണ്ണ 25,500 രൂപയിൽ സ്റ്റഡിയാണ്. പ്രതികൂല കാലാവസ്ഥയിൽ റബ്ബർ ടാപ്പിംഗ് പൂർണ്ണമായും സ്തംഭിച്ചു. മഴ കണക്കിലെടുത്ത് വ്യവസായികൾ ചരക്ക് സംഭരണത്തിന് താൽപ്പര്യം കാണിക്കാതെ അകന്നതിനാൽ 4ാം ഗ്രേഡ് കിലോ 284 രൂപയിൽ സ്റ്റഡിയാണ്. അതേസമയം ലാറ്റക്സ് ക്ഷാമം ഉത്തരേന്ത്യൻ വ്യവസായികളെ സമ്മർദ്ദത്തിലാക്കി. അവർ ലാറ്റക്സ് കിലോ 191 രൂപയ്ക്ക് ശേഖരിച്ചു. ശാന്തൻപാറയിൽ നടന്ന ഏലക്ക ലേലത്തിൽ ആഭ്യന്തര വ്യാപാരികളും കയറ്റുമതിക്കാരും നില ഉറപ്പിച്ചിട്ടും നിരക്ക് ഉയർന്നില്ല. ശരാശരി ഇനങ്ങൾ കിലോ 2,726 രൂപയിലും മികച്ച ഇനങ്ങൾ കിലോ 4,051 രൂപയിലും ലേലം നടന്നു. മൊത്തം 15,081 കിലോഗ്രാം ഏലക്ക വിൽപ്പനയ്ക്കെത്തിയതിൽ 13,350 കിലോഗ്രാമും വിറ്റഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകും.